ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. 40 വർഷക്കാലമായി തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന നടനാണ് സത്യരാജ്. വില്ലൻ വേഷങ്ങളിലൂടെ തന്റെ കരിയർ തുടങ്ങിയ സത്യരാജ് പിന്നീട് നായക വേഷവും തനിക്ക് ഇണങ്ങുമെന്ന് തെളിയിച്ചു. 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച സത്യരാജ് തമിഴിന് പുറമെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. ആദ്യകാലത്ത് വില്ലനായി അഭിനയിച്ച സമയത്ത് തനിക്ക് കിട്ടിയിരുന്ന പ്രതിഫലം 15,000 മുതൽ 17,000 വരെയാണെന്ന് സത്യരാജ് പറഞ്ഞു. ആ സമയത്താണ് പഞ്ചു അരുണാചലം കമലഹാസനെ നായകനാക്കി ജപ്പാനിൽ കല്യാണരാമൻ എന്ന സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. അതിൽ വില്ലൻ വേഷം ചെയ്യാനായി എന്നെയും വിളിച്ചു. അതിൽ കിട്ടിയ ശമ്പളം അറിഞ്ഞപ്പോൾ എനിക്ക് തലകറക്കം വന്നു എന്ന് പറയുകയാണ് സത്യരാജ്. സത്യരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കരിയറിന്റെ ആദ്യകാലത്ത് കൂടുതലും വില്ലൻ വേഷങ്ങളായിരുന്നു എന്നെ തേടി വന്നുകൊണ്ടിരുന്നത്. ഓരോരുത്തരും വിളിക്കുമ്പോൾ പോയി അഭിനയിക്കും. അത് കഴിഞ്ഞ് പൈസ വാങ്ങി തിരിച്ചു വരും. 15,000 മുതൽ 17,000 വരെയായിരുന്നു ആ സമയത്ത് കിട്ടിയിരുന്നത്. അപ്പോഴാണ് പഞ്ചു അരുണാചലം ജപ്പാനിൽ കല്യാണരാമൻ എന്ന സിനിമയിൽ എന്നെ വില്ലനായി വിളിക്കുന്നത്. വിദേശത്താണ് ഷൂട്ടെന്നറിഞ്ഞപ്പോൾ ഹാപ്പിയായി. പൈസ ചെലവില്ലാതെ സ്ഥലങ്ങൾ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ആ ഒരു കാരണം കൊണ്ട് അഡ്വാൻസും വാങ്ങിയില്ല. വിദേശത്ത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ത്രില്ലിൽ ചാടി പുറപ്പെട്ടു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പഞ്ചു സാർ എന്നെ റൂമിലേക്ക് വിളിച്ച് ഒരു കവർ തന്നു. അതിനകത്ത് ഒരു ചെക്ക് ഉണ്ടായിരുന്നു. എത്രയാണ് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചതുമില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞതുമില്ല. ഞാൻ എന്റെ റൂമിലെത്തി കവർ തുറന്നു നോക്കിയപ്പോൾ 1,00,000 രൂപയുടെ ചെക്ക്. അതുകണ്ട് എനിക്കാണെങ്കിൽ തലകറക്കം വരുന്നത് പോലെ തോന്നി. ഞാൻ പുള്ളിയെ വിളിച്ചു ചോദിച്ചു, ഇത്രയും പൈസയുണ്ടല്ലോ, മാറിപ്പോയതാണോ എന്ന്. അല്ല, അത് എനിക്കുള്ളതാണെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി, സത്യരാജ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.